ഹായ് ഓൾ. ഇന്ന് ഞാൻ ഹോം ഓട്ടോമേഷൻ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് ഒരു ടച്ച് ലാമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ടച്ച് പാനൽ അല്ലെങ്കിൽ ടച്ച് സ്വിച്ചസ് എന്ന് പറയാം, ടച്ച് സ്വിച്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ റിമോട്ട് ഉണ്ട്. ഈ ടച്ച് സ്വിച്ചസ് റിമോട്ടിലും വർക്ക് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. എങ്ങനെയാണ് എന്നുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഫേസും ന്യൂട്രലും കൊടുത്തു. ഇതിലേക്ക് 4 ലീഡാണ്, ഈ ലൈറ്റുകളുടെ 4 ലീഡുകൾ ഇതിലേക്ക് കൊടുത്തു. ഇത്രയാണ് നമുക്ക് വയറിങ്ങിൻ്റെ ഭാഗത്ത് ചെയ്യാനുള്ളൂ. ഒരു സ്വിച്ചിൽ തൊട്ട് കഴിഞ്ഞാൽ അത് ഓണായി, അടുത്തത് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അടുത്തത് ഓണായി. വളരെ ചെറിയൊരു സെൻസിറ്റിവിറ്റി വേണ്ടുണ്ട്, ഇങ്ങനെ തൊട്ടുമ്പോഴേക്കും വർക്ക് ചെയ്യുന്നുണ്ട്, കണ്ട. അതേപോലെ തന്നെ നമ്മൾ ഈ റിമോട്ട് എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ റിമോട്ട് കണ്ടില്ലേ, നമ്മൾ L1 L2 L3 L4 എന്ന് എഴുതിയിട്ടുണ്ട്. ഓരോന്നിനും L1 ഓഫായി, L2 ഓഫായി, L3 ഓഫായി, L4 ഓഫായി. പിന്നെ വേണമെങ്കിൽ ഓൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഓണായി, ഓൾ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഓഫായി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ എങ്ങനെ റിമോട്ട് കൊണ്ട് വർക്ക് ചെയ്യാം. ഇത് റിമോട്ടിൻ്റെ കാര്യം മാത്രമായിട്ടുള്ളൂ. ഇനി നമുക്ക് മൊബൈൽ ആപ്പിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ റിമോട്ടിൽ കാണുന്ന സ്വിച്ചുകൾ അതിലും ഉണ്ടാവും. ടേൺ ഓൺ ടച്ച് പാനൽ 1. അപ്പോൾ ടച്ച് പാനൽ 1 ഓണായി. അലക്സ ടേൺ ഓൺ ടച്ച് പാനൽ 2. അപ്പോൾ രണ്ടാമത്തെ ഓണായി. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു ടച്ച് പാനൽ പരിചയപ്പെടുത്താം. കുറേ കൂടി ഭംഗിയുള്ള ടച്ച് പാനലാണ്. ഇത് കണ്ട 8 മൊഡ്യൂളിൻ്റെ ടച്ച് പാനലാണിത്. നല്ല ഹാർഡൻ ഗ്ലാസ് കൊണ്ട് അത്രയും ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണിത്. നമുക്കൊരു 5 വർഷത്തൊക്കെ ഗ്യാരണ്ടി ഉള്ളതാണ്. ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ കണ്ട, ഈ ട്രഡീഷണൽ സ്വിച്ചുകളൊക്കെ എത്രയോ ഔട്ട്ഡേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. നമ്മളുടെ ഇഷ്ടാനുസരണം വോയിസുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഹോം ഓട്ടോമേഷൻ സെഷനോട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങൾക്ക് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും താല്പര്യം ഉണ്ടെങ്കിലോ എയർലൈൻ പവർ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ വിസിറ്റ് ചെയ്യുകയോ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുകയോ ചെയ്യാം.